10,000 കോഴിയെ വെട്ടി ചിക്കൻ കബാബും ചിക്കൻ ബിരിയാണിയും വെച്ച് വിവാഹമാമാങ്കങ്ങൾ നടത്തുമ്പോൾ കടൽപ്പരപ്പിലും കാവിലും നിന്നുകൊണ്ട് പാറക്കെട്ടുകൾക്കിടയിലും നിന്നുകൊണ്ട് സേവ് ദ ഡേറ്റ് പ്രഖ്യാപിച്ച് വിവാഹം നടക്കുമ്പോൾ ചെങ്ങന്നൂർ സിൽക്കിൽ പോയി പട്ടും പൊന്നും ഒക്കെ വാങ്ങി മക്കളെ കല്യാണത്തിന് ഒരുക്കുന്നതിന് മുൻപ് ഒരാഴ്ചയ്ക്ക് മുൻപ് ഈ അച്ഛനും അമ്മയും കൂടി ശ്രീനാരായണ ഭഗവാന്റെ ഭവനധർമ്മമൊന്ന് പറഞ്ഞു കൊടുക്കണം. മോനെ, എങ്ങനെയാണ് നീ ഒരു പെണ്ണിനെ കെട്ടിക്കൊണ്ട് വന്നാൽ പെരുമാറേണ്ടത്? മോളെ, എങ്ങനെയാണ് നീ മറ്റൊരു വീട്ടിൽ ചെന്നാൽ പെരുമാറേണ്ടത്? അമ്മായി അമ്മ അന്യഗ്രഹ ജീവിയല്ല. അമ്മായി അച്ഛൻ അന്യഗ്രഹത്തിൽ നിന്ന് വന്ന കൊള്ളക്കാരനുമല്ല. നിന്റെ അച്ഛനും അമ്മയുമായിട്ട് നീ അവരെ പരിപാലിക്കണം, പരിചരിക്കണം. ഇന്ന് ഈ വാർദ്ധക്യം വല്ലാത്തൊരു പ്രശ്നമാണ്. വല്ല വളക്കമ്പനിക്കാരിക്ക് ചക്കിലിട്ട് ആട്ടാൻ പറ്റിയായിട്ട് തൂക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ നമ്മളെയൊക്കെ കൊടുത്താനേ ഇന്നത്തെ തലമുറ അല്ലേ? വാടാനപ്പള്ളിയിലും ചെങ്ങന്നൂരിലെ മഹാദേവന്റെയൊക്കെ തിരുനടയിൽ എത്രയോ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ നട തള്ളണത്. വയസ്സായി കഴിയുമ്പോൾ ഈ 4-5 കൊല്ലം മനത്തിലും ഇന്നിപ്പം മലത്തിലും മൂത്രത്തിലോട്ട് പൂട്ടണ്ട കേട്ടാ അല്ലേ? കാരണം പരസ്യം വന്നുണ്ട്. ഠിഷ് 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 ഇട്ട് പൂട്ടിക്കോ പാമ്പേഴ്സ് ഇട്ട് പൂട്ടി. കൊച്ചിനെ 1 മാസം പാമ്പേഴ്സ് ഇട്ട് പൂട്ടിയാൽ അടുത്ത 2 ആഴ്ച ആശുപത്രിയിൽ പൂട്ടിക്കെടുക്കുക അല്ലേ? കൊച്ചിനില്ലാത്ത റാഷസ് ഒക്കെ വരും. അപ്പോ നമ്മുടെ മക്കൾ ഈ ഭവനധർമ്മമറിഞ്ഞ് വളരണം. ശ്രീനാരായണ ഗുരുദേവൻ വിദ്യാഭ്യാസം വേണം, പണം വേണം, കച്ചവടം വേണം, തൊഴിൽ വേണം, നിങ്ങൾ നല്ല വീട് വയ്ക്കണം, നല്ല കാറും AC-യും ഒക്കെ വാങ്ങണം, എല്ലാം ഗുരു പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിന് പുരോഗതി നേടാൻ വേണ്ടതെല്ലാം വേണമെന്നാണ് ഗുരു പറയുന്നത്. പക്ഷേ അതോടൊപ്പം കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബമെന്ന് സ്വാമി നിത്യചൈതന്യ എഴുതിയാ പറഞ്ഞത് അല്ലേ? അച്ഛനും അമ്മയും അമ്മായി അമ്മയും മരുമോളും ഒക്കെ കൂടി കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവണമെന്ന് പറഞ്ഞത് സ്വാമി നിത്യചൈതന്യ എഴുതിയ. ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് നമുക്ക് വേണ്ടത് ഭവനങ്ങളാണ്. എന്താ ഭവനം? ഭവനത്തിലെ ഭ മാറ്റിയ വനം അർത്ഥം എന്താണ്? കാടാണ്. കാട്ടിൽ ആരൊക്കെയാ ഉള്ളത്? കാട്ടിൽ ആരൊക്കെയാണ് ഉള്ളതെന്ന് അറിഞ്ഞൂടെ ചെങ്ങന്നൂരുകാരിക്ക്? ആരൊക്കെയാ ഉള്ളത്? കാട്ടിലുള്ളവരെ അറിഞ്ഞൂടെ? എന്നാ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് പോകും എല്ലാത്തിനെയും കാട്ടില്. ഉറക്കെ പറയ്, ഹലോ. ആരൊക്കെ ഉണ്ട് കാട്ടില്? ആനയുണ്ട്, കടുവയുണ്ട്, സിംഹമുണ്ട്. മുന്തിയമലെ പിടിക്കണുള്ളട്ടോ എല്ലാവരും. പാമ്പുണ്ട്, പിന്നെ മാനുണ്ട്, മുയലുണ്ട്, പാമ്പും പഴുതാരൊക്കെ ഉണ്ട് അല്ലേ? കാട്ടിൽ അങ്ങനെ ഒരുപാട് ജീവികളുണ്ട്. ഈ കാടിന്റെ നീതി എന്താ? സിംഹം കാലത്ത് തന്നെ പുലിയും സിംഹവും കടുവയൊക്കെ എഴുന്നേറ്റാൽ എന്താ നോക്കണത്? തൻ്റെ പള്ള നിറക്കാൻ വല്ല മാനോ മുയലോ ഒക്കെ പോണ്ടെന്നാ നോക്കണത് അല്ലേ? അതിനെ കൊന്നു തിന്നണം, സപ്പാടടിക്കണം. മാനും നോക്കും തനിക്ക് താഴെയുള്ള വല്ല ജീവികൾ ഓടണ്ടോന്ന്, അതിനെ ഓടിച്ചിട്ട് പിടിച്ച് തിന്നും. അപ്പോൾ സിംഹം മാനിനെ നോക്കുമെങ്കിൽ മാൻ മുയലിനെ നോക്കും. അങ്ങനെ ഓരോരുത്തർക്ക് അവരോർക്ക് പറ്റുന്നതിനെയൊക്കെ കൊന്നു തിന്നും. 2 നീതിയുള്ളൂ കാട്ടിൽ. എന്താ 2 നീതി? ഇര തേടുക, ഇണ ചേരുക അല്ലേ? ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഇര തേടണം, പള്ള നിറക്കണം, സാപ്പാട് അടിക്കണം, ഇണ ചേരണം. ഈ 2 നീതിയെ കാട്ടിലുള്ളൂ. പല വീടുകളിൽ നിന്ന് അങ്ങനെയാണ്. കിടക്കാനും തിന്നാനും ഇണ ചേരാനും മാത്രമുള്ള വീട്. ഗുരുദേവൻ പറഞ്ഞ ആ ഭഗവത് സാന്നിധ്യം ഒഴുകി വരാത്ത വീടുകൾ ഒരുപാടുണ്ട്. ഗുരുദേവൻ പറഞ്ഞ ഭവന സാന്നിധ്യം ചേർത്ത് വയ്ക്കുക, ഭഗവാൻ ഉണ്ടാകുക. ആ ഭഗവാൻ ഉണ്ടാകുന്ന വീടുകളിൽ
ചില വീടുകളിലെ ഭാഷ ചന്ത തോറ്റുപോകും. ചില വീടുകളിലെ അച്ഛൻ, അമ്മ, അമ്മായിയമ്മ, മരുമോള് ഒക്കെ പറയണത് പായും പൂയും ഒക്കെ ചേർത്ത് പറയുമ്പോൾ ചന്ത തോറ്റുപോകും. പിന്നെ പല വീടുകളും, ഇന്നത്തെ വീടുകൾ പരസ്യശാലകൾ. എന്താ, ഒരു സാധനം അങ്ങ് ഓൺ ചെയ്ത് വയ്ക്കും. ടി വി കണ്ടോട്ടോ, കാണണേ, ഞാനും കാണുന്ന ആളാ, കുറ്റമൊന്നും ഞാൻ പറയല. അതിലെന്താ വന്നത്, നമ്മൾ ഏത് സോപ്പിട്ട് കുളിച്ച ഐശ്വര്യ റായി ആകുമെന്ന് ഞാൻ ഗവേഷണം എത്ര കൊല്ലോയിന്നാണ് നടത്തുന്നത്. നേരം വെളുത്ത് കഴിഞ്ഞാൽ പല്ല് തേപ്പിച്ച് കുളിപ്പിച്ച് കൊല്ലും പരസ്യം, അല്ലേ? ഭാര്യാഭർത്തൃബന്ധത്തിൻ്റെ ഒരു അടിപൊളി പരസ്യമുണ്ട്. ഞാൻ നിന്റെ വർണ്ണം നീ എൻ്റെ വർണ്ണോ, എന്താ സൺലൈറ്റ്. അതുപോലെയാണെന്ന് കോലായിൽ അഴുക്കി കഴുകി ഇടാൻ പറ്റിയതാ ഭാര്യാഭർത്തൃബന്ധം. ചപ്പാത്തി കൊടുക്കുമ്പോൾ അച്ഛൻ ചപ്പാത്തി എങ്ങനെയുണ്ടെന്ന് അമ്മ ചോദിക്കണ്ട്, ചപ്പാത്തി സൂപ്പർ. അപ്പോൾ കൊച്ചു ചോദിക്കണ്ട അച്ഛനോ? അപ്പം അമ്മ പറയേ അതൊന്നും ആലോചിക്കേണ്ടി വരുമെന്ന്. ഈ ഇത്രയും നാള് കൂടെ കിടന്ന ഭാര്യക്ക് അച്ഛനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഉത്തരം പറയാൻ പറ്റുള്ളൂ. പക്ഷെ ചപ്പാത്തി സൂപ്പറാണെന്ന് അരക്ഷണം വൈകാതെ പറയാൻ പറ്റും. പരസ്പരം മിണ്ടുന്നുണ്ടോ? സ്നേഹത്തിൻ്റെ അലതല്ലകൾ ഇങ്ങനെ പൊട്ടിച്ചുകൊണ്ട്, ആനന്ദ നൃത്തത്തിൽ ആറാടിക്കൊണ്ട്, കളിച്ചിരി തമാശകളും പ്രാർത്ഥനകളുമായിട്ടുള്ള കുടുംബങ്ങളുണ്ടോ? എല്ലാവരും എണീക്കണത് കിടക്കപ്പായെന്ന് ഈ ചുണ്ണാമ്പ് വലിയ. എനിക്കുണ്ടട്ടോ ആ ചുണ്ണാമ്പ്, ഈ സാധനം വലിയ, അല്ലേ? എല്ലാവരും. ഭർത്താവ് ഭാര്യയോട് കളിതമാശകൾ പറയാൻ മറന്നു പോകുന്നു. ചപ്പാത്തി ഒന്ന് കരിഞ്ഞാൽ, ചക്കപ്പുഴുക്കിന് ഇത്തിരി ഉപ്പ് കൂടിയാൽ, കൊടംപുളിയിട്ട് വെച്ച ചെമ്മീൻ കറിക്ക് ഇത്തിരി എരിവ് കുറഞ്ഞാൽ, നമ്മളെ വാക്കുകൾ കൊണ്ട് ശകാരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, അല്ലേ? ഇപ്പൊ കർക്കിടക മാസം ആടി സെയിൽ നടക്കുന്ന കാലമാണ്. ഈ കാലത്ത് തന്നെ ചേട്ടൻ ഇങ്ങനെ പത്രം ഗവേഷണം നടത്തിക്കൊണ്ട് 1.5 മണിക്കൂർ ആ മനുഷ്യനിരിക്കും ഇങ്ങനെ, അല്ലേ? ആ പത്രത്തിലെ സകലതും വായിച്ചു നോക്കിക്കൊണ്ട്, എടി സിന്ധു അല്ലെങ്കിൽ പ്രസന്നെ, ദേടി ഇതാ ആടി സെയിൽ നടക്കുന്നുണ്ട്, നമുക്കൊന്ന് ചെങ്ങന്നൂർ സിൽക്കിൽ പോകാലോ. നമ്മളുടെ മനസ്സിൽ ലഡ്ഡു പൊട്ടില്ലേ, അല്ലേ? നമ്മൾ കൊതിക്കണില്ലേ അങ്ങനെ? ചേട്ടൻ നാളെ പത്രം വായിച്ചു കഴിയുമ്പോൾ എന്നെയും കൊണ്ടൊന്ന് ആടി സെയിലിൽ പോയിട്ട് ഒരു 3-4 സാരിയോ ചുരിദാറോ ഒക്കെ മേടിച്ച് തന്നാൽ എത്ര രസമായിരിക്കും, എത്ര സന്തോഷമായിരിക്കും. ചുമ്മാ ഒരു 200 രൂപയുടെ സാരി നിങ്ങൾ മേടിച്ചു കൊടുത്താൽ മതി, ഞങ്ങൾ ഹാപ്പിയാവും, അല്ലേ? പക്ഷെ പുള്ളി ആ പത്രത്തിൽ റിസർച്ച് നടത്തേണ്, അല്ലേ? അങ്ങനെ ചെറിയ ചെറിയ ചില നുറുങ്ങുകൾക്ക് വേണ്ടി നമ്മൾ കൊതിക്കാറുണ്ട്, അല്ലേ? ചിലപ്പോൾ ഒന്ന് കറി അടുക്ക് പിടിക്കുമ്പോൾ കരിയുന്നതിന് പകരം പോട്ടറോ സാരമില്ല, അല്ലേ? എന്നും നന്നായിട്ടുണ്ടാക്കണമല്ലേ? ഒരു ദിവസം ഒന്ന് കരിഞ്ഞാൽ, ഒന്ന് ഉപ്പ് കൂടിയാൽ അത് പോട്ടെ എന്ന് പറഞ്ഞു